ഹേ ഗൈസ്, ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആണ്. ഞാൻ ഒരു പുതിയ സീരീസ് കണ്ടു തുടങ്ങി. വലിയ സീരീസ് എന്ന് പറഞ്ഞാൽ വലിയൊരു സീരീസാണ്. സീരീസിൻ്റെ തുടക്കം ഒരു 12 എപ്പിസോഡൊന്നും ആയിട്ടുള്ളൂ. അപ്പം ഇവിടെ എന്തിനാണ് റിവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീരീസ് കണ്ടു തീരാനായിട്ട് നല്ല സമയമെടുക്കും. ഏകദേശം 12 സീസണിലായിട്ട് 246 എപ്പിസോഡുള്ള വലിയ ഒരു സീരീസാണ്. 2005 തൊട്ട് 2017 വരെയാണ് ഈ ഒരു സീരീസ് സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരു 40-45 മിനിറ്റ്സ് ഉണ്ട് എപ്പിസോഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാണണം എന്നുള്ള ആശയിൽ പോയി കണ്ടു തുടങ്ങിയതാണ്. കണ്ടപ്പം ഇഷ്ടപ്പെട്ടു. അങ്ങനെ കാണുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും നോട്ട് എവരി വൺസ് കപ്പ് ഓഫ് ടീ ആണ് ഈ സാധനം. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രത്യേകിച്ച് ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളിലും ഓരോ സ്റ്റോറികളാണ് വരുന്നത്. ബാക്ക് സ്റ്റോറി വളരെ വളരെ മൈന്യൂട്ട് ബാക്ക് സ്റ്റോറി മാത്രമേ ഉള്ളൂ. ബാക്കിൽ വലിയ റൊമാൻസ് ഒന്നും ഇപ്പോൾ പോകുന്നൊന്നുമില്ല. മേ ബി അത് വരുമായിരിക്കും. അല്ലാതെ സാധാരണ അങ്ങനെയാണല്ലോ, ഒരു റൊമാൻസാണ് അത് കാണുള്ളൂ. ഇത് ഭയങ്കര മൈൽഡായിട്ട് പോകുന്ന ഒരു സിംഗിൾ സ്റ്റോറി എന്നുള്ള രീതിയിൽ പോകുന്ന ടൈപ്പ് ഓഫ് സ്റ്റോറിയാണ്. അപ്പം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിന് എന്ത് ജോണറിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്കിപീഡിയ പറയുന്നത് പോലീസ് പ്രൊസീജിയറൽ കോമഡി ഡ്രാമ എന്നുള്ള ജോണറിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. നമുക്കങ്ങനെ തന്നെ ചെയ്തേക്കാം. അപ്പം ടെമ്പറൻസ് ബ്രണ്ണൻ എന്ന് പറയുന്ന ബോൺസ്, അതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ, പ്രോട്ടഗോണിസ്റ്റ് ക്യാരക്ടറിൽ ഒരാൾ. പുള്ളിക്കാരി ഒരു ഫോറൻസിക് ആന്ത്രപ്പോളജിസ്റ്റാണ്, ഡോക്ടറാണ്, ഓതറാണ്. അപ്പം പുള്ളിക്കാരുടെ പണി നമ്മുടെ ബോൺസ് നോക്കുക, എന്നിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ പറയുക, എന്തുകൊണ്ട് മരണം സംഭവിച്ച ആ സാധനങ്ങളൊക്കെ അറിയാലോ. ഫോറൻസിക് ആന്ത്രപ്പോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അപ്പം ഇതും FBI ആയിട്ട് എന്താണ് ബന്ധം എന്നല്ല, കേസ് അന്വേഷണം. നമ്മുടെ സ്പെഷ്യൽ ഏജൻറ്റ് സീലി ബൂത്ത്, പുള്ളിക്കാരൻ ഈ നമ്മുടെ ബോൺസിന് അല്ലെങ്കിൽ ബ്രണ്ണൻ്റെ ടെമ്പറൻസ് ബ്രണ്ണൻ്റെ അസിസ്റ്റൻസിലാണ്. അതായത് FBI എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോൺസിനെ വിളിക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ, അതായത് കൺസൾട്ടൻ്റ് അല്ലെങ്കിൽ ഒരു അസിസ്റ്റൻ്റ് എന്നുള്ള രീതിയിലാണ് ടെമ്പറൻസ് വർക്ക് ചെയ്യുന്നത് ബൂത്തിൻ്റെ കൂടെ. അങ്ങനെ ഒരു വലിയ ലാബിലാണ് നമ്മുടെ നായിക വർക്ക് ചെയ്യുന്നത്. ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഫുള്ള് ടെക്നിക്കൽ ടൈംസ് മാത്രം സംസാരിക്കുന്ന ഒരു നായിക കുറേ അസിസ്റ്റൻസ് ഒക്കെ ഉണ്ട്. അതായത് 2 അസിസ്റ്റൻസ് ഉണ്ട്, ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഓരോരോ കേസുകൾ അന്വേഷിക്കുന്നു. അപ്പം അറിയാലോ, അവിടെ ഇഷ്ടം പോലെ കേസുകൾ വരാറുണ്ട്. പലതിലും റിമെയിൻസ്, അതായത് ബോൺസ് അല്ലെങ്കിൽ ഫ്ലഷ് ആ സാധനങ്ങളൊക്കെ കിട്ടുന്നു. അത് വെച്ചിട്ട് ഇവർ, അല്ലെങ്കിൽ ഇപ്പം സ്കള്ള് കിട്ടുന്നു, ആ സ്കള്ള് വെച്ചിട്ട് ഒരു ഫേസ് വരച്ചെടുക്കുന്നു. എന്നിട്ട് ഇതാരാണ്, എങ്ങനെയാണ് മരിച്ചത്, ആ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കും. നമ്മളിപ്പം സാധാരണ ഒരു ഇൻവെസ്റ്റിഗേഷൻ സീരീസുകൾ കാണുന്ന സമയത്ത് ഇപ്പം FBI ആണെങ്കിലും പോലീസ് ആണെങ്കിലും അവരുടെ ഒരു വേർഷൻസാണ് കാണുന്നത്. അല്ലാണ്ട് ഇതെങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഫോറൻസിക്കിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ള സാധനം നമ്മൾ കാണാറില്ല. ലോജിക്ക് വെച്ചൊന്നും ഇത് കാണാൻ പറ്റില്ല. കാരണം ഇത് ഭയങ്കര 2005 വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ലാബൊക്കെയാണ്. ഒരു സ്കള്ള് വെച്ച് അന്ന് എനിക്കറിയില്ല, സ്കള്ള് വെച്ച് അന്ന് ഒരു ഫേസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തെ പറ്റി അത് മേ ബി അറിയാം, പറയാൻ പറ്റില്ല. ചിലപ്പോൾ അന്ന് പറ്റുമായിരുന്നറിയാം. അങ്ങനെ പോകുന്ന ഒരു സീരീസാണ്. പക്ഷേ ഇതിൻ്റെ ഓരോ എപ്പിസോഡുകളും ക്രിയേറ്റ് ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ടൊക്കെയാണ്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്ടൈറ്റിലൊന്നും ചില സാധനത്തിനകത്ത് കിട്ടിയിട്ടില്ല. അത് നമ്മൾ അറിയേണ്ട കാര്യമില്ലല്ലോ. പക്ഷേ ഓരോ എപ്പിസോഡുകളും വളരെ രസകരമായിട്ട് തന്നെ ഇത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എവരി വൺസ് കപ്പ് ഓഫ് ടീ അല്ലെന്ന് പറയാനുള്ള കാരണം ഭയങ്കര വീടായിട്ടുള്ള കുറേ സാധനങ്ങൾ. അതായത് ഇപ്പം ഡെഡ് ബോഡീസ് കാണിക്കുന്നുണ്ടല്ലോ. അപ്പം അത് ഇങ്ങനെ എന്താണ് ജീർണിച്ച് തുടങ്ങിയ സാധനങ്ങൾ ഒക്കെ, ഡീകമ്പോസിഷൻ തുടങ്ങിയ സാധനങ്ങളൊക്കെ കാണിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ കാണിക്കാറുണ്ട്. പക്ഷേ എനിക്കത് ഭയങ്കര വീടായിട്ടൊന്നും തോന്നിയില്ല. എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാനിത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം 12-13 എപ്പിസോഡായിട്ടേ ഉള്ളൂ. പക്ഷേ പ്രത്യേകിച്ച് ഇത് ഫുള്ള് കണ്ടു തീർത്തിട്ട് ഇതിൻ്റെ റിവ്യൂ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു ബാക്ക് സ്റ്റോറി ഇതിപ്പോൾ കൂടി വന്നു കഴിഞ്ഞാൽ ബൂത്തും ബോൺസും തമ്മിലൊരു റിലേഷൻ, ഒരു റൊമാൻസ് വരും. അത് ബ്രേക്കപ്പ്, ബാച്ചപ്പ് ആ സാധനത്തിൽ പോകും. കാരണം 12 സീസണുണ്ട്. ഞാൻ 1ാമത്തെ സീസണിലായിട്ടുള്ളൂ. അപ്പം അതായിരിക്കും കൂടുതൽ കൂടി വന്നു കഴിഞ്ഞാൽ വരാനുള്ള ചാൻസ്. അത് നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക. പക്ഷേ സീരീസ് എങ്ങനെ ഉണ്ട്, സ്റ്റോറി എങ്ങനെ ഉണ്ടെന്നാണല്ലോ നമുക്കറിയേണ്ടത്. ഓരോ സ്റ്റോറികളും കിടിലമായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മേക്കിംഗ് സൂപ്പറാണ്. അത്യാവശ്യം ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം സൂപ്പറാണ്. പ്രത്യേകിച്ച് ഇവർ കൺക്ലൂഡ് ചെയ്തെടുക്കുന്ന ഓരോ സാധനങ്ങൾ എങ്ങനെ അവർ കൺക്ലൂഡ് ചെയ്തെടുക്കുന്നു വളരെ രസകരമായിട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇതൊരു നല്ല സീരീസാണെന്ന് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഇങ്ങനത്തെ സീരീസുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോയി കാണാം. ഇല്ലെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാതിരിക്കുക. കാരണം ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇതെനിക്കിങ്ങനത്തെ ജോണർ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാനിത് പോയി കണ്ടത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയി കണ്ടു നോക്കുക. ബോൺസ് എന്നാണ്
ഷോയുടെ പേര് BONES, അത് തന്നെ എല്ല്, ആ സാധനം അങ്ങനെയാണ് പേര്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ള സാധനം. 12 സീസണുണ്ട്, 246 എപ്പിസോഡുണ്ട് എന്നുള്ള ആ ഒരു അത്രയും വലുതാണ് എന്നുള്ളത് മനസ്സിൽ വെച്ച് തന്നെ പോയി കണ്ടു നോക്കുക. അപ്പം ഇത്രയാണ് ബോൺസിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്.